സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പെട്ടെന്നുള്ള പ്രതികരണമല്ല എന്നും മറിച്ച് കൃത്യമായ നടപടിയാണെന്നും വിദേശ പര്യടനത്തിന് പോകുന്ന സർവകക്ഷി സംഘത്തിലെ അംഗങ്ങളോട് കേന്ദ്ര സർക്കാർ. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ സന്ദേശം അറിയിക്കുന്നതിനായി പുറപ്പെടുന്ന സർവകക്ഷി സംഘങ്ങൾക്ക് നൽകിയ ബ്രീഫിംഗിലാണ് സിന്ധു നദീജല കരാർ ഉയർന്നു വന്നത് എന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി സർവകക്ഷി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഭരണകക്ഷിയായ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയിലെയും പ്രതിപക്ഷ പാർട്ടികളിലെയും നേതാക്കളും അംഗങ്ങളും ഈ സംഘത്തിലുണ്ട്. മുൻ MP-മാർ, സിറ്റിംഗ് MP-മാർ, നയതന്ത്ര പ്രതിനിധികൾ, മുൻ അംബാസിഡർമാർ എന്നിവരും സംഘത്തിൽ ഉൾപ്പെടുന്നു. 7 സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് പ്രതിനിധി സംഘങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയത്. സിന്ധു നദീജല കരാർ പുനഃക്രമീകരിക്കാൻ ശ്രമിച്ചിരുന്നു. വിശാലമായ ഒരു പശ്ചാത്തലത്തിലാണ് സിന്ധു നദീജല ഉടമ്പടി സംബന്ധിച്ച് ചർച്ച നടന്നത്. 1960കളിലാണ് ഉടമ്പടി നിലവിൽ വന്നത്. ഇതിനുശേഷം നിരവധി കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പ്രതിനിധി അംഗങ്ങളോട് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും ജലനിരപ്പ് കുറയുന്നതും ഉൾപ്പെടെയുള്ള പുതിയ വെല്ലുവിളികൾ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. കഴിഞ്ഞ 2.5 വർഷത്തോളമായി കരാർ പുനഃക്രമീകരിക്കാൻ ഇന്ത്യ താൽപര്യപ്പെടുന്നുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഇത്തരമൊരു ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ വിശ്വാസവും സൗഹൃദവും ഇപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഇല്ല എന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ബന്ധത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചില അംഗങ്ങൾ ചോദിച്ചപ്പോൾ ഭീകരത വളർത്തുന്നതിൽ പാകിസ്ഥാൻ വഹിക്കുന്ന പങ്ക് പോലും അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ അതിന് സാധ്യതയില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വൃത്തങ്ങൾ ന്യൂസ് 18നോട് പറഞ്ഞു. ലോകം ഇന്ത്യയെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പാക് മുൻ വിദേശകാര്യ മന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ലോക രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലേക്ക് സമാധാന പ്രതിനിധി സംഘത്തെ അയച്ചുകൊണ്ട് ഇന്ത്യയുടെ നീക്കത്തെ ചെറുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള തങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് അടിവരയിടുക എന്നതാണ് ഈ പ്രതിനിധി സംഘത്തിന്റെ ദൗത്യം എന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വാദം വ്യക്തവും കൃത്യവുമാണ്. എല്ലാ ഭീകര പ്രവർത്തനങ്ങൾക്കും പ്രത്യക്ഷവും പരോക്ഷവുമായ ബന്ധം പാകിസ്ഥാനിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. പാകിസ്ഥാനും അവർ ആഗ്രഹിക്കുന്നിടത്തേക്ക് പ്രതിനിധികളെ അയക്കാൻ കഴിയും. എന്നാൽ ആഗോളതലത്തിലെ നമ്മുടെ പ്രതിച്ഛായ പരിഗണിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയുടെ ശബ്ദം കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു.